ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ ഡി പി സിയുടെ കീഴിൽ വരുന്ന NDPC ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഉള്ള ഒരു കരാർ നിയമനത്തിന്റെ വിശദമായ നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കരാർ നിയമനം എന്ന് കരുതി ഒരു കാരണവശാലും നിങ്ങൾ ഇത് നെഗ്ലക്ട് ചെയ്യരുത്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖമായ ഒരു സ്ഥാപനമാണ് NDPC. മാത്രവുമല്ല, ഇതിനകത്ത് NDPC ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രീൻ ഇന്ത്യ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മഹത്തായ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് 2030 കൂടി തന്നെ 2030 നമ്മുടെ ടാർഗറ്റ് എങ്കിലും 2032 കൂടിയെങ്കിലും NDPC എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രം ഏതാണ്ട് 60 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അത് ഗ്രീൻ എനർജിയിലൂടെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൽ തന്നെ 3 രീതിയിലാണ് അവരുടെ പ്രവർത്തന മേഖലകൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രധാനമായിട്ടും ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം, ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ആണ്. രണ്ടാമതായിട്ട് സോളാർ എനർജിയാണ്. മൂന്നാമതായിട്ട് വിൻഡ് എനർജിയാണ്. ഇങ്ങനെ ഈ മേഖലയിൽ 3 മേഖലയിലൂടെയും ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലക്ഷ്യത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് അവർ കരാർ അടിസ്ഥാനത്തിൽ എഞ്ചിനീയർമാരെയും ഒപ്പം തന്നെ HR പോലുള്ള തസ്തികയിലേക്കും വിളിച്ചിരിക്കുന്നത്. 3 വർഷമാണ് കരാർ കാലാവധി. എന്നാൽ 2 വർഷം കൂടി ഈ കാലാവധി നീട്ടിത്തരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷറും വേറെ ഒരു കമ്പനിക്കും തരാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ എൻ്റയർ കരിയറിനെ മാറ്റിമറിക്കും. മാത്രമല്ല, കരാർ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പല കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലും കിട്ടുന്ന ഒരു നോർമൽ എഞ്ചിനീയറേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് ഒരു മാസം ഒരു ആനുവൽ കലണ്ടറിലും നിങ്ങൾ നേടും. അതായത് ഒരു മാസം കിട്ടുന്ന ശമ്പളവും ഭയങ്കര കൂടുതലായിരിക്കും, ഒപ്പം തന്നെ ഒരു ആനുവൽ കലണ്ടറിൽ കിട്ടുന്നതും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, NDPC പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനീയർ പോലുള്ള തസ്തികയിൽ നിങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് 5 വർഷം അല്ലെങ്കിൽ 6 വർഷമൊക്കെ ജോലി ചെയ്തവർക്ക് ഇതിന്റെ മുകളിലേക്കുള്ള തസ്തികകളിൽ ചിലപ്പോൾ പെർമനന്റ് നിയമനത്തിനുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ പറ്റും. NDPC മാത്രമല്ല, NDPCയിലെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് IOC പോലുള്ള ഇന്ത്യയിലെ മഹാരത്ന, നവരത്ന, മിനിരത്ന പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയും ചിലപ്പോൾ ഇത് മതിയാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. കരാർ എന്ന് കേൾക്കുമ്പോൾ നെറ്റി വിളിക്കാൻ നിൽക്കരുത്. കാരണം ഇത് ഇന്ത്യയുടെ അഭിമാനമായ സ്ഥാപനങ്ങളാണ്. ഇവിടത്തേക്ക് റോളും റെസ്പോൺസിബിലിറ്റീസും ഒന്നും സാധാരണക്കാരൻ അറിയില്ല എന്നൊരു കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ ഇതിനു വേണ്ടി അപേക്ഷിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷനെ വളരെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം കാണുക. മാത്രവുമല്ല, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഗ്രീൻ എനർജിയാണ് ഇനി ലോകത്തെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ എനർജി മേഖലയിൽ ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരം ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നമുക്ക് അറിയാം, വിളിച്ചിരിക്കുന്നത് NDPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1/2025 ആണ്. ഈ ഒരു തസ്തിക, അതായത് ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ നിയമിതരാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, കർണാടക, തമിഴ്നാടു, ഇത്രയും സംസ്ഥാനങ്ങളിലാണ് നിങ്ങൾ നിയമിതരാകാൻ സാധ്യതയുള്ളത്. ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ, റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട സിവിലാണ് ഈ ഒരു മേഖലയിൽ വേണ്ടത്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്ന യോഗ്യത. ഒരു അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ 60% മാർക്ക് ക്വാളിഫൈ ചെയ്തവർ മാത്രം ഇതിന് അപേക്ഷിച്ചാൽ മതി. അത് ജനറൽ കാറ്റഗറിയിലും OBC കാറ്റഗറിയിലും. എന്നാൽ SC/ST വിഭാഗത്തിന് 50% മാർക്ക് മതിയാകും. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ തന്നെ ജിയോടെക്, പൈലിംഗ്, ഫൗണ്ടേഷൻ, സ്ട്രക്ചറൽ സ്റ്റീല്, ടവർ സ്ട്രക്ചറിങ്, സ്വിച്ച് യാർഡ് മുതലായ മേഖലകളിലാണ് അവർ കൂടുതൽ പ്രൊമോട്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷയിലെ
മാർക്കും അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്ത മേഖലകളും കൂടി കൺസിഡർ ചെയ്ത് അവയുടെ പ്രവൃത്തി പരിചയത്തിന്റെ മിനിമം 3 വർഷം കണക്കാക്കി അതുകൂടി സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം മാത്രമേ നിങ്ങളെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനായിട്ട് സെലക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ഒന്നുകൂടെ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരെ അപേക്ഷിക്കുക. ഇനി ഇതില്ലെങ്കിലും 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ എന്ത് ചെയ്യുക, ഇതിന് അപേക്ഷിച്ചേക്കുക. ഇനി ഇതിന് അപേക്ഷിക്കുവാൻ ഉള്ള പ്രായപരിധി, മാക്സിമം പ്രായപരിധി അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് 30 വയസ്സും, എന്നാൽ SC ST OBCക്ക് ഇതിൽ 3 വർഷം വീതവും 5 വർഷം വീതവും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർ RE സിവിലാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ RE ഇലക്ട്രിക്കലാണ്. 80 വേക്കൻസികളാണുള്ളത്. മൊത്തം 80 വേക്കൻസികളാണ് ഇതിലുള്ളത്. ഇവിടെയും ആദ്യം ഞാൻ പറഞ്ഞ BTech തന്നെയാണ് യോഗ്യത. 60% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഇതിന് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ തന്നെ സ്വിച്ച് യാർഡ്, ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ്, ട്രാൻസ്മിഷൻ സിസ്റ്റം, ട്രാൻസ്ഫോമർ ഡിസൈൻ എഞ്ചിനീയറിംഗ്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. എങ്കിലും 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ്. ഇതിന് 15 വേക്കൻസിയാണുള്ളത്. ഇവിടെയും 60% മാർക്ക് നിർബന്ധമാണ്. ഒപ്പം തന്നെ എന്താണ്, നിങ്ങൾക്ക് 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് തന്നെ ഏത് മേഖലയിലായിരിക്കണം, ME MTech ഉള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കുന്നത് കൂടിയായിരിക്കണം. ഇത് അതായത് നിങ്ങളുടെ യോഗ്യത അതായത് ആഡ് ഓൺ ആയിട്ട് മാറും. അതായത് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ME MTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൺസിഡറേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടത് സൂപ്പർവിഷനും എക്സിക്യൂഷൻ പോലുള്ള മേഖലകളിൽ നിങ്ങൾ 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് കൂടിയുള്ള ആളിനായിരിക്കും ഇവിടെ ജോലി കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധ്യത. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആണ്. അത് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് വേണ്ടുന്ന എഡ്യൂക്കേഷണൽ യോഗ്യത എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസ്ഡ് ഹ്യൂമൻ റിസോഴ്സ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, പേഴ്സണൽ സ്പെഷ്യലൈസേഷൻ ഇൻ ഹ്യൂമൻ റിസോഴ്സ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, പേഴ്സണൽ മാനേജ്മെന്റ് ഓർ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ഓർ ഈ പറയുന്ന കാറ്റഗറി MBA പോലുള്ളതായിരിക്കണം. മാത്രമല്ല ഇതിൽ HR-മായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് 60% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ്. ഇവിടെയും 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തത് 5ാമത്തെ പോസ്റ്റ് ആണ്. ഇത് എക്സിക്യൂട്ടീവ് ആണ്, ഫിനാൻസ് ആണ്. ഇതിന് ക്വാളിഫിക്കേഷൻ ആയിട്ട് CA അല്ലെങ്കിൽ CMA ആണ് പറയുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. അടുത്ത 6ാമത്തെ പോസ്റ്റ് ആണ്. ഇത് എഞ്ചിനീയർ ആണ്. 4 പോസ്റ്റ് ആണുള്ളത്. RE IT എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അതായത് IT-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെയും കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് 60% മാർക്ക് അടിസ്ഥാന യോഗ്യതയാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള മേഖലകൾ പറയുന്നത് റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ്, VLAN, ഇന്റർവാലൻ റുട്ടീൻ, ലെയർ 3 and layer 2 switches, static routing, dynamic routing protocols, experience in firewall and security networking, monitoring and troubleshooting, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടുത്തെ നമ്പർ ഓഫ് വേക്കൻസി 4 എണ്ണമാണ്. അടുത്തതായിട്ട് നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ തന്നെയാണ്. അത് RE കോൺട്രാക്ട് മെറ്റീരിയൽ ആണ്. ഇവിടെ പോസ്റ്റുകളുടെ എണ്ണം 10 എണ്ണമാണ്. ഇവിടുത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ BTech 60% കുറയാത്ത മാർക്കും എക്സ്പീരിയൻസ് 1 വർഷമായിട്ട് കുറയുന്നു. അതായത് കോൺട്രാക്ട് മെറ്റീരിയലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് മതി. റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തെ മതിയാകും എന്നുള്ളതാണ്. പ്രായപരിധി 30 വയസ്സ് തന്നെയായിട്ട് നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ഇനിയും റെമ്യൂണറേഷനിലേക്കാണ് പോകുന്നത്. ഈ പോസ്റ്റുകൾക്കെല്ലാം റെമ്യൂണറേഷൻ വരുന്നത് 11 ലക്ഷം രൂപയാണ്. അതായത് 1 വർഷത്തെ സാലറിയാണ് 11 ലക്ഷം രൂപയാണ്. വളരെ വലിയ സാലറിയാണ്.
ഈ ഒരു സാലറി നിങ്ങളുടെ തുടക്കത്തിൽ ആദ്യത്തെ വർഷത്തെ സാലറി ആയിരിക്കും. അതിനുശേഷം ഓരോ വർഷവും ഈ സാലറിയിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അപ്രീസിയൽ ഉണ്ടാവും. ഉറപ്പുള്ളൊരു കാര്യമാണ്. NDPC ഉള്ള സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്, ഇനി എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്കൊരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷയും നിങ്ങളുടെ യോഗ്യതകളും പരിഗണിച്ച്, ഒപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, വ്യത്യസ്തങ്ങളുള്ള എക്സ്പീരിയൻസും പരിഗണിച്ച് മൊത്തം അപേക്ഷകളെയും സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആ ഷോർട്ട് ലിസ്റ്റ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ 70 മാർക്കായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മിനിമം 60% മാർക്ക് അണ്ടർറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കണം. റിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് ചുരുങ്ങിയ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഈ മാർക്കില്ലാത്ത കാൻഡിഡേറ്റ്സിനെ അവർ കൺസിഡർ ചെയ്യുന്നതായിരിക്കത്തില്ല. ഇനി എക്സ്പീരിയൻസിന് 10 മാർക്ക് അവർ കൺസിഡർ ചെയ്യും. അത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 50%, റിസർവ്ഡ് കാറ്റഗറിക്ക് 80% മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അതിനുശേഷം ഇന്റർവ്യൂവിൽ 20 മാർക്കാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ അണ്ടർറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് 50%, റിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് 40%. അങ്ങനെ ടോട്ടൽ 100 മാർക്സ് ആണ്. ഇതിലായിരിക്കും റാങ്ക് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനിയും എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്, നിങ്ങളുടെ CBT എക്സാം ബൈലിംഗ്വൽ ആയിരിക്കും, മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഉണ്ടായിരിക്കും. ഇനിയും ഇതിനുവേണ്ടിയുള്ള സെന്റേഴ്സ്, ഓൺലൈൻ സെന്റേഴ്സ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി, മുംബൈ, വിശാഖപട്ടണം, ഗാന്ധിനഗർ, ലക്നൗ, ജയ്പൂർ, ഭോപ്പാൽ, റായ്പൂർ ഇങ്ങനെയുള്ള മേഖലകളിലായിരിക്കും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിൽ നിന്ന് അവർക്ക് കോൾ ലെറ്റർ വരികയും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചട്ടപ്പടി നടക്കുന്നതായിരിക്കും. ഇനി ഇത് അപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾ കരിയേഴ്സ് സെക്ഷനിലേക്ക് പോകേണ്ടി വരും. അതായത് ഈ NDPCയുടെ കരിയർ സെക്ഷനിൽ സൈറ്റിൽ കയറിയിട്ട് കരിയർ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് www.ngl.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും അപേക്ഷിക്കുന്നതിന് SC/ST സ്ത്രീകൾ ഒഴികെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും, PWBD ഒഴികെയുള്ള കാറ്റഗറിയിലെ എല്ലാവർക്കും ഫീ ഉണ്ട്. 500 രൂപയാണ് അതിന് ഫീ ആയിട്ട് പറയുന്നത്. ചിലപ്പോൾ GSTയും ചിലപ്പം പ്ലാറ്റ്ഫോം ഫീയും അതിന് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 11/4/2025 എൻഡ് ചെയ്തത് 1/5/2025. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത്തരം മേഖലകളിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കരിയർ എൻ്റർലി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയാണെന്ന് കരുതി ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എൻ്റയർ ലൈഫിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ജോലികളാണ്. അപ്പം ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് കരുതി നിങ്ങളുടെ ഫ്യൂച്ചറിനും ഒപ്പം തന്നെ ലോകത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ നിങ്ങളെ കൊണ്ടാവുമെന്ന വിശ്വാസത്തിൽ തന്നെ, ഈ ജോലി കിട്ടുമെന്ന വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കുക. അപ്പോൾ നമുക്കൊരു നല്ല നാളേക്കായിട്ട് ആശംസിക്കുന്നു. നല്ലൊരു കരിയർ നിങ്ങൾ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.